3 വർഷമായി ഞങ്ങൾ ഇതിനിറങ്ങിയിട്ട് ഹരിതകർമ്മ സേന മണ്ണന്തല വാർഡുകാരാണ് ഞങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. നമ്മൾ രാജിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അതിനോട് നന്ദി പറയുന്നു. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ നേതൃത്വത്തിലുള്ള ഓണപരിപാടി 2ാം ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഓണക്കിറ്റും അതുകൂടാതെ ഓണക്കോടിയുമാണ് വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, വലിയ ജനാവലി തന്നെയാണ് ഉള്ളത്. അതായത് നഗരസഭയിലെ ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ 4000-ത്തിലധികം പേർക്കാണ് നിലവിലിപ്പോൾ ഓണക്കിറ്റും അതുകൂടാതെ ഓണക്കോടിയും വിതരണം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, വലിയ ജനാവലിയാണ്. അതായത് ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. മേയർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പരിപാടി മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ നിലവിലിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ കൗണ്ടർ അതായത് വിഴിഞ്ഞം സോൺ, അതായത് ഓരോ വാർഡിലെ പെട്ട ആൾക്കാർക്കും വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സോണായി തിരിച്ചിരിക്കുന്നത്. ഓരോ കൗണ്ടറുകളായി തിരിച്ചിരിക്കുന്നു. വിഴിഞ്ഞം സോൺ, വട്ടിയൂർക്കാവ് സോൺ, ഉള്ളൂർ സോൺ എന്നിങ്ങനെ എല്ലാ വാർഡുകൾക്കും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൗണ്ടറുകൾ പ്രത്യേകമായി തിരിച്ചിരിക്കുന്നത്. ഇവിടെ അതിന് ചുമതല ഓരോ ഉദ്യോഗസ്ഥർക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. എന്തായാലും വളരെ വിപുലമായ പരിപാടി തന്നെയാണ് നഗരസഭയുടെയും മേയർ വി രാജേഷിൻ്റെയും നേതൃത്വത്തിൽ നിലവിലിപ്പോൾ നടക്കുന്നത്. ഈ കിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കല്യാണിൻ്റെ കിറ്റുണ്ട്, അതുകൂടാതെ മലബാർ ഗോൾഡിൻ്റെ, രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ എന്നിങ്ങനെ നിരവധി സ്പോൺസർമാരുണ്ട്. അതായത് മേയർ കെയർ പദ്ധതി പ്രകാരമാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. നഗരസഭയുടെ ഒരു പണം പോലും വിനിയോഗിക്കാതെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും നിരവധി ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, തൊഴിലാളികളാണ്. ചേച്ചി എങ്ങനെയാണ്, സന്തോഷമാണോ? വളരെ സന്തോഷം. ഞങ്ങൾക്ക് 3 വർഷമായി ഞങ്ങൾ ഇതിനിറങ്ങിയിട്ട് ഹരിതകർമ്മ സേന മണ്ണന്തല വാർഡുകാരാണ് ഞങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. ഈ അവസരം ഒരുക്കി തന്ന മേയർക്ക് ഞങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കുന്നു. ഇതുപോലൊരു ഓണം ആഘോഷിച്ചിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. മേയർക്ക് ഭയങ്കരമായ അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ് ഞങ്ങൾ. എൻ്റെ പേര് രാധാ ജയകുമാർ, മണ്ണന്തല വാർഡിലെ ഹരിതകർമ്മ സേനയുടെ സെക്രട്ടറിയാണ്. ഹരിതകർമ്മ സേനയുടെ സെക്രട്ടറിയാണ്, മണ്ണന്തല വാർഡിലേതാണ്. അവരുടെ പ്രതികരണമാണിത്. എന്തായാലും കുറച്ച് പേരോട് കൂടി ചോദിക്കാം. ചേച്ചി സന്തോഷമാണോ? സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണം? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. നമ്മൾ രാജിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. നേരോട് എന്താ പറയാനുള്ളത്? നല്ല മനുഷ്യൻ ഇനി കുറേ കാലം ജീവിച്ചിരിക്കട്ടെ, എല്ലാത്തിനും നമ്മളെ കൂടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. ശൈലജ. ശരി, മേയറോടുള്ള സ്നേഹമാണ് എല്ലാവർക്കും. ചേച്ചി എന്താ പേരെന്താ? വൃന്ദ. എവിടെയാണ്? മണ്ണന്തല. ഹരിതകർമ്മ സേന. അതെ. സന്തോഷമാണോ? വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. ആദ്യമായിട്ടാണോ നഗരസഭയിൽ ഇങ്ങനെ ഒരു ഓണം? ആദ്യമായിട്ടാണ്. ശരി, ഓക്കെ. ജോലിക്ക് പോവാൻ. ജോലിക്ക് പോകണം, ഇനി ചെന്നിട്ടോണം പോവാൻ. മണ്ണന്തല വാർഡ്. സന്തോഷമുള്ള ദിവസം. ആദ്യമായിട്ടാണോ നഗരസഭയിൽ ഇങ്ങനെ ഒരു ഓണം? ആദ്യമായിട്ട്. മേയറോട് എന്താ പറയാനുള്ളത്? അവരോട് നന്ദി പറയുന്നു. ശരി, ഓക്കെ. ഇതാണ്, അതായത് ഹരിതകർമ്മ സേനാംഗങ്ങളും എല്ലാവരും ഇതാ വലിയ സന്തോഷത്തിലാണ്. ഇതാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മേയർ നൽകിയ ആ ഒരു ജാക്കറ്റും എല്ലാം തന്നെ നിലവിൽ ഇട്ടുകൊണ്ടാണ് അവർ ഈ വേദിയിലേക്ക് കിറ്റും ഓണക്കിറ്റും അതുകൂടാതെ ഓണക്കോടിയും നിലവിലിപ്പോൾ വാങ്ങുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷം, വളരെ ആവേശം. ഈ 45 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഓണാഘോഷം ആഘോഷിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്.
നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നഗരത്തെ ഏത് സമയവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വലിയൊരു ജനാവലിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതായത് 4000-ലധികം പേർ വരുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് നമുക്കിവിടെ നിലവിലിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ജീവനക്കാരെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും വലിയ സന്തോഷത്തിലാണ്. വലിയ ഓണക്കിറ്റ് കൂടിയാണ് നൽകുന്നത്. അതായത് 5 ദിവസം നന്നായി ഉണ്ണാനും ഉടുക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു മേയർ കെയർ തന്നെയാണ് ഇവിടെ നിലവിലിപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മേയർ PV രാജേഷ് അടക്കം നേരത്തെ കൃത്യമായി പറഞ്ഞത് നഗരസഭയുടെ 10 പൈസ വിനിയോഗിക്കാതെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങളെയും ജീവനക്കാരെയും എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി ഈ ഓണത്തിന് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി മേയർ കെയറിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.